കക്ഷികളോട് ചോദിക്കുന്നതിന് ഘടകകക്ഷികളോടല്ല ചോദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഘടകകക്ഷികളിൽ നിന്ന് വന്ന ജനപ്രതിനിധികളോടാണ് ചോദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 102 പേര് ഇരുന്ന് വോട്ടിടുകയാണ് വേണ്ടത്. എങ്കിൽ കറക്റ്റായിരിക്കും. ഈ 102 പേരും ചേർന്ന് ഞങ്ങൾക്ക് ആര് വേണമെന്ന് വോട്ടിടുക, എന്നിട്ട് അത് പറഞ്ഞ് സമ്മതിപ്പിക്കുക. അപ്പം ഇതൊന്നും അല്ല സൊല്യൂഷൻ ഉണ്ടാക്കാനല്ല ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്. ആ ഹൈക്കമാൻഡിൻ്റെ മുഖ്യമന്ത്രിയെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയെ വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ മുഖ്യമന്ത്രിയെ വെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുക, കെട്ടിയിറക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് എല്ലാ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ നിരീക്ഷകർ വന്നപ്പോൾ MLA-മാരുടെ കുറച്ച് MLA-മാരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂല്ലോ, അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി തലയെണ്ണുവാൻ വന്ന സമയത്ത് ഉമ്മൻചാണ്ടി ചോദിച്ചതാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് ആരാണ് എന്ന്. പക്ഷെ നിരീക്ഷകർ പറഞ്ഞു ഞങ്ങൾ തുറന്ന മനസ്സോടു കൂടിയാണ് വന്നിരിക്കുന്നത്. സത്യം. തലയെണ്ണിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു മുൻതൂക്കം. ചെന്നിത്തല ഇപ്പോഴും പറയുന്നുണ്ട് എനിക്കായിരുന്നുവല്ലോ അന്ന് MLA-മാരുടെ പിന്തുണ, പക്ഷെ ഞാനല്ലല്ലോ പ്രതിപക്ഷ നേതാവായത് എന്ന്. പക്ഷെ ഒടുവിൽ ഹൈക്കമാൻഡ് സതീശനെ പ്രതിപക്ഷ നേതാവാക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോഴൊരു PP കൊടുത്തു, 26 നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരികയാണെങ്കിൽ താങ്കൾക്ക് തരാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും ഓരോ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. KC-ക്ക് കൊടുത്ത വാഗ്ദാനം ആയിരിക്കില്ല, VD-ക്ക് കൊടുത്തതായിരിക്കില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. ഇതൊക്കെ താൽക്കാലികമായ ലക്ഷ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഹൈക്കമാൻഡ് ലോ കമാൻഡായി പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് VD സതീശൻ വനവാസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. VD സതീശൻ അറിയാം തൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 102 സീറ്റ് ഉണ്ടാക്കി തരാൻ പ്രവർത്തിച്ചവർ കൂടുതൽ പേര് എൻ്റെ കൂടെയാണെന്ന്. നമ്മൾ ഈ വെസ്റ്റ് മിനിസ്റ്റർ പോളിസി അനുസരിച്ചായാലും പ്രതിപക്ഷ നേതാവ് മിനിസ്റ്റർ CM എന്താ ഷാഡോ അല്ലേ നമ്മൾ പറയുന്നത്, ഷാഡോ CM ആണ് അത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഷാഡോ CM ആയിട്ട് നിൽക്കുകയല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ നയിക്കുന്നു. ആ ഇലക്ഷനിൽ അദ്ദേഹം ഈ 102 സീറ്റുകൾ കൊണ്ടുവരുന്നതിന് പ്രധാനമായി സഹായിച്ചു. ഇവിടെ ഘടകകക്ഷികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഘടകകക്ഷികളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയി അതാണ് അദ്ദേഹം പറയുന്നത്, ടീം ബിൽഡപ്പ് ചെയ്യുന്നതിൽ ഞാൻ സഹായിച്ചു എന്നത് കറക്റ്റാണ്. കാരണം ഈ ടീമിനെ ബിൽഡപ്പ് ചെയ്യുന്നതിലും ടീമിൻ്റെ മനസ്സ് ഏതാണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്നതിനും സീറ്റ് ചർച്ചയിലൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനൊക്കെ VD സതീശന് കഴിഞ്ഞിട്ടുള്ളതുപോലെ മറ്റു പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുണ്ട്. പിന്നെ പണമിറക്കിയതോ അല്ലെങ്കിൽ കൂടുതൽ MLA-മാരെ സ്പോൺസർ ചെയ്ത് ഇറക്കിയതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും ഗോകുമാർ സാർ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഇന്ന് KC-ആണ്. അപ്പോൾ ആ KC തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ 28 സംസ്ഥാനങ്ങളുള്ളതിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആകാനായിട്ട് വരുന്നത് ശരിയാണോ എന്നൊരു വലിയ ചോദ്യവും അവിടെ നിലനിൽപ്പുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി ജനങ്ങളുടെ ആഗ്രഹം നമ്മൾ പറയുന്നത്, ജനങ്ങളുടെ ആഗ്രഹത്തേക്കാൾ പ്രധാനം ഇവിടെ എന്താണ്, ഘടകകക്ഷികളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഘടകകക്ഷികളെ MLA-മാരെ വിളിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തറിയാമോ, ഘടകകക്ഷികളുടെ